ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലെഫ്റ്റ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കിച്ചണിൽ ഡെയിലി വേസ്റ്റ് എന്തായാലും കിട്ടും. അപ്പോൾ ആ വേസ്റ്റ് കൊണ്ട് എങ്ങനെ അടിപൊളി നല്ലൊരു വളം ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം, ഒരു കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണയായിട്ടൊരു പഴം കഴിക്കുകയാണെങ്കിൽ പോലും നമ്മളതിൻ്റെ തൊലി നമ്മൾ പറമ്പിലേക്ക് എവിടെയെങ്കിലും വലിച്ചെറിയുകയാണല്ലേ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ വാഴയുടെ ചോട്ടിലോ തെങ്ങിൻ്റെ ചോട്ടിലോ എവിടെയെങ്കിലും കൊണ്ടിടും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ വേസ്റ്റ് പോലും, പച്ചക്കറികളുടെ തൊലി പോലും നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇതുപോലെ തന്നെ വാഴയുടെ ചോട്ടിലോ തെങ്ങിൻ്റെ ചോട്ടിലോ കൊണ്ടിടും, അല്ലെങ്കിൽ നമ്മുടെ ഗ്രോ ബാഗുകൾ, പച്ചക്കറി നട്ടിരിക്കുന്ന ഗ്രോ ബാഗുകളിൽ കൊണ്ടിടാറുണ്ട്. അപ്പോൾ ഇത് കാലം കഴിയും തോറും ഇത് മണ്ണിനോട് ചേർന്ന് പിന്നെ നമ്മളിത് കാണാൻ പറ്റില്ല, മണ്ണിൻ്റെ അതുപോലെ തന്നെ മാറിയിരിക്കും. അപ്പോൾ അവിടെ നടക്കുന്നതെന്ന് പറയുന്നത് കമ്പോസ്റ്റിംഗ് ആണ്. അത് നമ്മുടെ ബുദ്ധിയോ കഴിവോ ഒന്നും കൊണ്ടല്ല അത് കമ്പോസ്റ്റിംഗ് ആവുന്നതെന്ന് പറയുന്നത്. ഒരു മാജിക്കോ അതിനകത്ത് നടന്നിട്ടല്ല. അതിന് കാരണക്കാരെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൽ കാണാൻ പറ്റുന്ന മണ്ണിര പോലുള്ള ജീവികളുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ ഉണ്ട്, പിന്നെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത ആയിരക്കണക്കിന് മൈക്രോ ഓർഗാനിസംസ്, സൂക്ഷ്മജീവികളുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ വലിച്ചെറിയുന്ന പല ജൈവ മാലിന്യങ്ങളും നമ്മുടെ മണ്ണിനോട് ചേർന്ന് നല്ലൊരു വളമേന്മയായിട്ടുള്ള ഒരു കമ്പോസ്റ്റായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മുടെ അടുക്കളയിൽ നമ്മളൊരു കിച്ചൺ കമ്പോസ്റ്റ് തയ്യാറാക്കുമെങ്കിൽ നമുക്ക് പല രീതിയിൽ കമ്പോസ്റ്റിംഗ് തയ്യാറാക്കാം. പക്ഷേ നമുക്ക് നല്ല ഗുണമേന്മയായിട്ടുള്ള കമ്പോസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നല്ല കമ്പോസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഈ മൈക്രോ ഓർഗാനിസംസിന് ജീവിക്കാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ അതിന് വസിക്കാനുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുകയും അല്ലാതെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളെ ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ 4 കാര്യങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കണം. അതിനകത്ത് ഒന്നെന്ന് പറയുന്നത് പ്രോപ്പർ എയറേഷനാണ്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ബക്കറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാൻ, ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഈ കിച്ചൺ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഈ കണ്ടെയ്നറിന് ചുറ്റിനും നല്ല എയറേഷൻ വേണം, എന്ന് വെച്ചാൽ നല്ല ഹോൾസ് വേണം. എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ടുള്ള എയറേഷൻ നടക്കത്തുള്ളൂ. സൈഡിൽ നല്ല ഹോളുകൾ വേണം. അതുപോലെ തന്നെ ഈ അടപ്പ് ഉറപ്പായിട്ടും വേണം കേട്ടോ. നമ്മൾ ഈ എടുക്കുന്ന കണ്ടെയ്നറിന് ഉറപ്പായിട്ടും അടപ്പ് വേണം. ആ അടപ്പിനകത്തും ഹോള് വേണം, അടിവശത്തും നല്ലൊരു ഹോള് വേണം. എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള എയറേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഈർപ്പമാണ്. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന കമ്പോസ്റ്റിനകത്ത് എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവണമെന്നല്ല, ചെറിയൊരു ഈർപ്പം ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ കമ്പോസ്റ്റിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ അഥവാ ഒരുപാട് നമ്മൾ ഇടുന്ന വേസ്റ്റിനകത്ത് ഒരുപാട് വെള്ളമയം ഉണ്ടെങ്കിൽ ഈ അടിയിൽ നമ്മൾ എയറേഷന് വേണ്ടിയിട്ടുള്ള ഹോൾ ഇടുമല്ലോ, ആ ഹോളിനകത്തൂടെ അനാവശ്യമായിട്ടുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കൂടെ അങ്ങ് പൊക്കോളും. അതിനാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. ഈ വേസ്റ്റ് ഇതായിട്ട് വരുന്ന ആ വെള്ളത്തിനെയാണ് നമ്മൾ സ്ലറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ശേഖരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വെക്കുന്ന ക്യാനിൻ്റെയോ ബക്കറ്റിൻ്റെ അടിയിൽ ഏതെങ്കിലും ഒരു ബേസിൻ പോലത്തെ അല്ലെങ്കിൽ ചെറിയൊരു കുപ്പി പോലത്തെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് ഈ സ്ലറി നമുക്ക് കളക്ട് ചെയ്യാം. അത് നമുക്ക് പച്ചക്കറികളിൽ നല്ല രീതിയിൽ ഈ ഗോമൂത്രമൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ സ്ലറി എന്ന് പറയുന്നത്. വളരെ ഗുണമേന്മയുള്ളൊരു സാധനമാണ്. അപ്പോൾ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പർ എയറേഷൻ. അപ്പോൾ രണ്ടാമത്തതെന്ന് പറയുന്നത് നല്ല ഈർപ്പം വേണം. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ബ്രൗൺ വേസ്റ്റ് ആണ്. ബ്രൗൺ വേസ്റ്റ് എന്ന് പറയുന്നത് കാർബൺ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ്. അപ്പോൾ അതിന് ഉദാഹരണം എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ അല്ലെങ്കിൽ കരിയില, ഇങ്ങനെയുള്ള സാധനങ്ങളെയാണ് ഈ ബ്രൗൺ വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഗ്രീൻ വേസ്റ്റ്. ഗ്രീൻ വേസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റ്, അടുക്കളയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ തൊലിയെടുക്കുമല്ലോ, അതിനെയാണ് നമ്മൾ ഈ ഗ്രീൻ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നൈട്രജൻ്റെ അളവ് കൂടുതലായിരിക്കും അങ്ങനെയുള്ള വേസ്റ്റിനകത്ത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഈ ബ്രൗൺ വേസ്റ്റും ഗ്രീൻ വേസ്റ്റും എന്ന് പറയുമ്പോൾ 1:3 എന്നാണ് പൊതുവേ പറയുന്നൊരു റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ പലരും അല്ലാതെ ചെയ്യുമ്പോൾ 1:1 എന്ന റേഷ്യോയിലൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഞാൻ 2 രീതിയിലും ചെയ്തു നോക്കിയതിൽ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ള ഈ 1:3 ആണ്. 1:3 എന്ന് പറയുന്ന റേഷ്യോ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 1% നമ്മൾ അടുക്കളയിൽ നിന്നുള്ള മാലിന്യം, പച്ചക്കറിയുടെയൊക്കെ മാലിന്യം എടുക്കുന്നെങ്കിൽ 3% നമ്മൾ ഈ ബ്രൗൺ ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയില, പേപ്പർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും വേസ്റ്റ് ആഡ് ചെയ്യുന്നതിനാണ് ഈ 1:3 എന്ന റേഷ്യോ പറയുന്നത്. കിച്ചൺ വേസ്റ്റ് എങ്ങനെയെങ്കിലും കൊണ്ട് ചെന്ന് ഡംപ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലൊരു കമ്പോസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ലെയറായിട്ട് നമ്മൾ ഈ വേസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ ബക്കറ്റിലായാലും ക്യാനിലും ഒക്കെ ആയാലും ലെയറായിട്ട് നമ്മുടെ ഈ വേസ്റ്റ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ
നമ്മൾ ഈ ബക്കൻ്റെ ഏറ്റവും അടിയിലും അതുപോലെ തന്നെ ഏറ്റവും ടോപ്പിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൗൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുക അതിൻ്റെ അടിയിൽ. അപ്പോൾ അതിന് നമുക്ക് വൈക്കോൽ, ഉണങ്ങിയ വൈക്കോലുണ്ടല്ലോ, ആ വൈക്കോൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ അറക്കപ്പൊടി നമ്മളെ തടിയൊക്കെ മുറിക്കുന്ന മില്ലിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ അത് വളരെ കുറച്ച് അളവിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പേപ്പർ യൂസ് ചെയ്യാം, കരിയില, അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും ഈ ബ്രൗൺ മെറ്റീരിയലായിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഏറ്റവും അടിയിലും ടോപ്പിലും ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ടുള്ളൊരു എയറേഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുമാത്രമല്ല ഡ്രെയിനേജിൻ്റെ ഒരു ഉറപ്പ് വരുത്താനും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമ്മളെ മണ്ണിൽ ഞാൻ പറഞ്ഞല്ലോ പല സൂക്ഷ്മജീവികളുണ്ട്. അപ്പോൾ അതൊക്കെ വസിക്കാൻ വേണ്ടിയിട്ട് ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മുകളിലും താഴെയും മാത്രമല്ല നമ്മൾ ഇടയിലും ഈ ബ്രൗൺ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഉറപ്പ് വരുത്തേണ്ട കാര്യം ഏറ്റവും അടിയിലും അതുപോലെ തന്നെ ഏറ്റവും മുകളിലും ഇത് ഉറപ്പായിട്ട് ഇടുക. നമ്മൾ സെക്കൻഡ് ലെയർ ഇടാൻ പോവുകയാണ്. അപ്പോൾ സെക്കൻഡ് ലെയറിന് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നുകിലും മണ്ണ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാണകം, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മളിതിന് മുന്നേ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും കമ്പോസ്റ്റ്. അപ്പോൾ ഇതിന് മൂന്നിൽ ഏതെങ്കിലും നമ്മൾ സെക്കൻഡ് ലെയർ യൂസ് ചെയ്യാം, സെക്കൻഡ് ലെയറിന് ഇടാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ മണ്ണ് എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല മണ്ണ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലോ ക്യാനിലോ ഒക്കെ വെച്ചിരിക്കുന്ന പച്ചക്കറിയൊക്കെ നട്ടിരിക്കുന്ന മണ്ണുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ പുരയിടത്തു നിന്ന് തന്നെ അത്യാവശ്യം നല്ല മെച്ചമുള്ള മണ്ണ് വേണം യൂസ് ചെയ്യാൻ. അതിനകത്ത് വലിയ കല്ലും കട്ടയും ഒന്നും പാടില്ല, അങ്ങനത്തെ മണ്ണ് യൂസ് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് ഈ മണ്ണ് അല്ലെങ്കിൽ ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് ഇതൊക്കെ ഇടണമെന്ന് പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കമ്പോസ്റ്റിങ്ങിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം മണ്ണിനകത്തും അതുപോലെ തന്നെ ഈ മറ്റ് സാധനങ്ങളിനകത്തും ഒക്കെ ഒരുപാട് ബാക്ടീരിയാസും സൂക്ഷ്മജീവികളും ഒക്കെ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ കമ്പോസ്റ്റിങ്ങിനെ കൂടുതൽ ഫാസ്റ്റ് ആക്കും, പെട്ടെന്നാക്കും. അപ്പോൾ അതിനാണ് ഈ സെക്കൻഡ് ലെയറിൽ ഇതിടണമെന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത തേർഡ് ലെയർ എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ വേസ്റ്റാണ്. അപ്പോൾ അടുക്കളയിൽ നമുക്ക് കിട്ടുന്ന എന്ത് വേസ്റ്റ് നമുക്ക് ഇതിനകത്ത് തേർഡ് ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമ്മൾ കിച്ചണിൽ നിന്ന് അതുപോലെ എടുത്തുകൊണ്ട് വന്ന് ഇടുകയല്ല ചെയ്യുന്നത്. എത്രത്തോളം ചെറിയ പീസാക്കി നമ്മൾ കട്ട് ചെയ്യാമോ അത്രത്തോളം ചെറുതായിട്ട് വേണം കട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഡെയിലി കൊണ്ടുവന്ന് ഇടണമെന്നില്ല. ഒരു 3-4 ദിവസം കൂടുമ്പോഴുള്ള വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ചൊരു ചെറിയ പാത്രത്തിൽ ഇതിനകത്തെങ്കിലും നമ്മൾ ഈ അടുക്കളയിലെ വേസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചിരുന്നിട്ട് ഒരു 3-4 ദിവസം കൂടുമ്പോഴേ നമുക്കിതിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ മൂന്നാമത്തെ ലെയറും കൂടി സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ 3 ലെയർ ഇട്ടു. പിന്നെയെന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഈ ലെയറിങ് തന്നെ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്രീൻ ഇട്ടു, വീണ്ടും കരിയില ഇടുന്നു, പിന്നെ അതിന് മുകളിൽ ഗാർഡൻ സോയിൽ ഇടുന്നു, വീണ്ടും പച്ചക്കറി വേസ്റ്റ് ഇടുന്നു. ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് മുകളിൽ വരെ ടോപ്പ് വരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ ഓരോ തവണ പച്ചക്കറി വേസ്റ്റ് ഇടുമ്പോഴും നമ്മൾ നല്ലതുപോലെ ഇടുന്നതിന് മുന്നേ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്യണം. നല്ല കമ്പോ ഏതെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചിട്ട് ഈ അടിവശത്തു നിന്ന് തന്നെ നല്ലപോലെ കുത്തിയത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മുടെ വേസ്റ്റ് ഇട്ട് അടച്ചു വെക്കുക. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവസാനം ഇതിൻ്റെ ടോപ്പിൽ വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് അടച്ചു വെച്ചിരിക്കണം. പിന്നെ ഒരു 2 മാസം 2-3 മാസം എടുക്കും കറക്റ്റായിട്ട് നമ്മൾ ഈ കമ്പോസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ പ്രോപ്പറായിട്ട് പറയാൻ പറ്റാത്ത വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും നമ്മുടെ ഈ കമ്പോസ്റ്റ് വേഗത്തിലാവുന്നതും പതിയെ സ്ലോ ആവുന്നതും. അപ്പം നല്ല ചൂട് ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റിൽ കിട്ടും. നല്ല തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചൊന്ന് സ്ലോ ആയിരിക്കും കമ്പോസ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെയെന്ന് പറയുന്നത് ഈ നമ്മൾ മുകൾ വരെ നിറഞ്ഞ് അടച്ചു വെച്ചിരുന്നെങ്കിലും ഈ 2 ആഴ്ച കൂടുമ്പോഴേ നമ്മൾ ഇതൊന്നെടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിരിക്കണം. അതൊരിക്കലും മറക്കല്, നല്ലപോലെ ഇളക്കി അടിവശത്ത് നിന്ന് അടി കൂട്ടി തന്നെ നല്ലപോലെ ഇളക്കി ചേർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ചേർക്കുന്ന കാര്യം എന്ന് പറയുന്നത്, അല്ല ഇളക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ടീരിയസ് ആയാലും സൂക്ഷ്മജീവികളുടെയൊക്കെ പ്രവർത്തനം കൊണ്ടല്ലേ ഇത് നടക്കുന്നത്. അപ്പം നടുവശത്തായിരിക്കും നമ്മുടെ ഈ ക്യാനായാലും ബക്കറ്റിൻ്റെ ആയാലും സെൻറ്റർ ഭാഗത്തായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം കൂടുതലായിട്ട് നടക്കുന്നത്, ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഇളക്കി ചേർക്കുമ്പോൾ നമ്മൾ ഈ സൈഡിലൊക്കെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് വീണ്ടും നമ്മൾ ഈ ഇതിൻ്റെ പ്രവർത്തനത്തിന് ഇതാക്കണമെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കമ്പോസ്റ്റിംഗ് കുറച്ചുകൂടെ ഫാസ്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ അടുക്കളയിലുള്ള എല്ലാ മാലിന്യങ്ങളും കൊണ്ടുവന്ന് നമ്മൾ ഇതിനകത്ത് ഇടാൻ പറ്റില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ പച്ചക്കറി പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പ്ലാസ്റ്റിക് ഒന്നും ദ്രവിച്ച് കിട്ടില്ല, അതൊന്നും നമ്മൾ ഇതിനകത്ത് ഇടരുത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യുന്ന ഫുഡുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ട്, അത് ഇതിനകത്ത് യൂസ് ചെയ്യരുത്. പിന്നെ അത് മാത്രമല്ല മീനിൻ്റെ ഇറച്ചിയുടെയൊക്കെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും ഇതിനകത്ത്
ഇടാൻ പാടില്ല. ഈ എലി അല്ലെങ്കിൽ പൂച്ച ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഭയങ്കര ശല്യമായിരിക്കും. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇട്ടുമ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ച് ഇതൊക്കെ വന്നിട്ട് അതൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ കിച്ചണിലെ വേസ്റ്റ് കൊണ്ട് ചെറിയൊരു കമ്പോസ്റ്റ് ബിൻ തയ്യാറാക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വലിയ രീതിയിലൊക്കെ നമുക്ക് കുറേ കൂടെ വളങ്ങൾ വേണം എന്ന രീതിയിൽ വലിയ രീതിയിൽ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നമ്മൾ പറമ്പിലൊക്കെ കളകൾ പറിക്കും അല്ലെങ്കിൽ പോച്ച ചെത്തും. ഈ വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതിനകത്തിട്ട് കമ്പോസ്റ്റ് ആക്കി എടുക്കാം. പക്ഷെ നമ്മൾ കിച്ചൺ കമ്പോസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. ഒരു ചെറിയ കുടുംബത്തിൽ വരുന്ന ഫാമിലി കിച്ചണിൽ വരുന്ന വേസ്റ്റ് എല്ലാം കൂടി വെച്ചിട്ട് ഒരു വളം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ബിന്നിൽ ചെയ്യുന്നതും വലിയ ബിന്നിലോട്ട് ചെയ്യുന്നതും നമ്മൾ വ്യത്യാസം എന്ന് പറയുമ്പോൾ ചെറിയ ബിന്നിൽ പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. കുറച്ചുകൂടെ നമ്മൾ ഈ പറഞ്ഞൊരു കാലതാമസം എടുക്കത്തേ ഉള്ളൂ. 1-1.5 അല്ലെങ്കിൽ 2 മാസത്തോളം ഒക്കെ ഗ്യാപ്പിൽ നമുക്ക് പെട്ടെന്ന് കമ്പോസ്റ്റായി കിട്ടും. അടുത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് കുറച്ചുകൂടെ ഫാസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യത്തെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചച്ചാണകമാണ്. അപ്പോൾ നമുക്ക് പച്ചച്ചാണകം വളരെ ചെറുതായിട്ട് നേർപ്പിക്കാം. കുറച്ച് മാത്രം എടുത്ത് വെള്ളമായിട്ട് നല്ലപോലെ നേർപ്പിച്ച് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് കമ്പോസ്റ്റ് കിട്ടും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ തൈരാണ്. നല്ലപോലെ പുളിച്ച തൈര് വേണം കേട്ടോ. അപ്പോൾ നമ്മൾ സദാ യൂസ് ചെയ്യുന്ന തൈരല്ല, അത് ഒരു ദിവസം കൂടി പുറത്ത് വെച്ച് നല്ലപോലെ പുളിപ്പിക്കുക. എന്നിട്ട് അത് നല്ലപോലെ നേർപ്പിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതും കുറേ കൂടെ ഫാസ്റ്റ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് കൊക്കക്കോളയാണ്. അപ്പോൾ കോള അത് നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കമ്പോസ്റ്റിങ് കുറേ കൂടെ ഫാസ്റ്റാകും. പിന്നെ നമ്മൾ ഈ കമ്പോസ്റ്റിങ് ചെയ്യുന്നവർ പറയുന്ന പ്രധാന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പുഴുക്കളുടെ ശല്യം ഉണ്ടാകുന്നു എന്നാണ്. പക്ഷേ അത് പൊതുവായിട്ട് കാണുന്നത് പുഴുവല്ല കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഈച്ചയുണ്ട്. അതിൻ്റെ ലാർവയാണ് നമ്മൾ ഈ പുഴുവിനെ പോലെ കാണുന്നത്. അത് വളരെ പ്രയോജനപ്പെടുത്തുകയുള്ളൂ. നമ്മൾ ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് കൂടുതൽ പ്രയോജനപ്പെടുത്തുകയുള്ളൂ. നമ്മുടെ ഈ കമ്പോസ്റ്റിങ് പൂർണ്ണമാവുന്ന സമയത്ത് അതങ്ങ് ഇല്ലാതാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വലിയ ദോഷകരമായിട്ടുള്ളൊരു സാധനമല്ല. പിന്നെ സാധാ അല്ലാത്ത പുഴുക്കൾ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കുക്ക്ഡ് ഫുഡ്സ്, നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്തിടുന്ന ഫുഡുകളും പിന്നെ നമ്മൾ ഇറച്ചിയുടെയും മീൻ്റെയൊക്കെ വേസ്റ്റ് ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് മറ്റേ വേറൊരു സൈസ് പുഴുക്കളുടെ ശല്യം വരുന്നത്. അതുമാത്രമല്ല ഡ്രെയിനേജ്, അടിയിൽ നല്ല ഡ്രെയിനേജിൻ്റെ പ്രോപ്പർ ഡ്രെയിനേജ് ഇല്ലെങ്കിലും വെള്ളം കെട്ടിക്കിടന്ന് ഇതുപോലെ പുഴുക്കളുണ്ടാവും. ബ്ലാക്ക് സോൾജിയർ ഫ്ലൈയുടെ ചെറിയ ലാർവകളുണ്ടല്ലോ, അത് നമുക്ക് വീടുകളിൽ കോഴികളോ അല്ലെങ്കിൽ മീൻ വളർത്തുന്നവരൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് ഈ മീനുകൾക്ക് ഭക്ഷണമായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കോഴിത്തീറ്റയായിട്ട് കോഴികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടുന്ന കമ്പോസ്റ്റ് നേരിട്ട് നമ്മൾ കൊണ്ടുവന്ന് ഇടുകയല്ല ചെയ്യുന്നത്. അതൊരു 2 ദിവസം നല്ല രീതിയിൽ വെയിൽ കിട്ടത്തക്ക രീതിയിൽ എവിടെയെങ്കിലും വെച്ച് നല്ലപോലെ ഒന്ന് തോരാൻ വെക്കണം. അതിനുശേഷം നല്ലപോലെ ഇത് കൈവച്ച് നല്ലപോലെ ഞെരടി പൊടിച്ച് ഒന്ന് അരിച്ചൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചക്കറികൾ നടുന്ന സമയത്തും അതുപോലെ തന്നെ അല്ലാതെ ഇടവേളകളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കമ്പോസ്റ്റ് പൂർണ്ണമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ് സ്മെല്ല്, ഒരു അഴുക്ക സ്മെല്ലൊന്നുമല്ല, ഒരു പ്രത്യേക ഒരു സ്മെല്ല് നമുക്ക് ഈ കമ്പോസ്റ്റ് എടുക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. കമ്പോസ്റ്റ് നമ്മൾ മേടിക്കുമ്പോഴാലും അതിൻ്റെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുമായിരിക്കുമല്ലോ. ആ ഒരു ഫീൽ നമുക്ക് നല്ലൊരു ഗുഡ് സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കറിയാം കമ്പോസ്റ്റ് കറക്റ്റായിട്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാനീ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ വേസ്റ്റൊക്കെ നമ്മുടെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കാതെ ഇതുപോലെയൊക്കെ കമ്പോസ്റ്റിങ് ചെയ്ത് നല്ല രീതിയിൽ വളങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.